പ്രോട്ടീൻ മോളിക്യൂൾസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സായ അമിനോ ആസിഡ്സ് എന്ന മൈക്രോ മോളിക്യൂൾസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും ബയോസ്റ്റെപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. +1 ബയോളജിയിലെ ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മുൻപുള്ള ഭാഗങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗങ്ങളുടെ നോട്ട്സ് ആവശ്യമുള്ളവർക്ക് ബയോസ്റ്റെപ്സ് മീഡിയയുടെ ബ്ലോഗിൽ നിന്നും നോട്ട്സ് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രോട്ടീൻസിൻ്റെ ബേസിക് യൂണിറ്റ്സ് ആണ് അമിനോ ആസിഡ്സ്. 20 അമിനോ ആസിഡുകളാണ് നമ്മുടെ സെൽ പ്രോട്ടീൻസിൻ്റെ കമ്പോണൻസായി കാണപ്പെടുന്നത്. ഈ 20 അമിനോ ആസിഡുകളെയാണ് പ്രോട്ടീൻ അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നിവ ഉപയോഗിച്ചാണ് അമിനോ ആസിഡുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ചില അമിനോ ആസിഡുകളിൽ ഇവയെ കൂടാതെ സൾഫറും കാണപ്പെടുന്നുണ്ട്. ഒരു കാർബണാറ്റവുമായി അമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും അറ്റാച്ച് ചെയ്ത് ഫോം ചെയ്യുന്ന ഓർഗാനിക് ആസിഡ്സ് ആണ് അമിനോ ആസിഡ്സ്. അടുത്തതായി നമുക്ക് ഒരു അമിനോ ആസിഡ് മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഒരു അമിനോ ആസിഡിൻ്റെ സെൻട്രൽ പൊസിഷനിൽ ഒരു കാർബൺ ആറ്റം ഉണ്ടായിരിക്കും. ഈ കാർബണെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു കാർബണൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന ഫസ്റ്റ് കാർബൺ ആറ്റത്തെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് വിളിക്കുന്നത്. ഈ കാർബൺ ആറ്റത്തിൻ്റെ വാലൻസി 4 ഈ കാർബൺ ആറ്റവുമായി ഒരു ഭാഗത്ത് ഒരു അമിനോ ഗ്രൂപ്പും അടുത്തൊരു ഭാഗത്ത് ഒരു കാർബോക്സിൽ ഗ്രൂപ്പും മൂന്നാമത്തെ പൊസിഷനിൽ ഒരു ഹൈഡ്രജൻ ആറ്റവും കാണപ്പെടുന്നു. നമ്മൾ ഏതൊരു അമിനോ ആസിഡ് എടുത്തു കഴിഞ്ഞാലും ആ അമിനോ ആസിഡിലെ ആൽഫ കാർബണുമായി ചേർന്ന് കാണപ്പെടുന്ന ഈ 3 ഗ്രൂപ്പുകൾ സെയിം ആയിരിക്കും. അതായത് ഒരു ഭാഗത്ത് ഒരു അമിനോ ഗ്രൂപ്പ്, ഒരു ഭാഗത്ത് ഒരു കാർബോക്സിൽ ഗ്രൂപ്പ്, ഒരു ഭാഗത്തൊരു ഹൈഡ്രജൻ ആറ്റം. അതേസമയം ഈ കാർബൺ ആറ്റവുമായി അറ്റാച്ച് ചെയ്യുന്ന 4ാമത്തെ ഗ്രൂപ്പ് ഒരു വേരിയബിൾ ഗ്രൂപ്പായിരിക്കും. ഈ വേരിയബിൾ ഗ്രൂപ്പിനെയാണ് നമ്മൾ R ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഈ വേരിയബിൾ ഗ്രൂപ്പ് ഓരോ അമിനോ ആസിഡിലും വ്യത്യസ്തമായിരിക്കും. ഒന്നുകിൽ ഈ R ഗ്രൂപ്പ് ഒരു കാർബൺ ചെയിൻ ആവാം, അല്ലെങ്കിൽ ഒരു റിംഗ് മോളിക്യൂൾ ആവാം. ഈ R ഗ്രൂപ്പിൻ്റെ സ്ഥാനത്ത് ഏത് മോളിക്യൂളാണോ വരുന്നത് ആ മോളിക്യൂളായിരിക്കും ആ അമിനോ ആസിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓരോ അമിനോ ആസിഡിലെയും R ഗ്രൂപ്പുകൾ വ്യത്യസ്തമായിരിക്കും. അതുപോലെ ഒരു അമിനോ ആസിഡിലെ ഈ കാർബൺ ആറ്റവുമായി ചേർന്ന് കാണപ്പെടുന്ന ഈ കാർബോക്സിൽ ഗ്രൂപ്പാണ് ഒരു അമിനോ ആസിഡ് മോളിക്യൂളിന് അസിഡിക് പ്രോപ്പർട്ടീസ് നൽകുന്നത്. അതുപോലെ ഈ ആൽഫ കാർബണാറ്റവുമായി ചേർന്ന് കാണപ്പെടുന്ന അമിനോ ഗ്രൂപ്പാണ് ഒരു അമിനോ ആസിഡിന് അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് നൽകുന്നത്. അടുത്തതായി നമുക്ക് അമിനോ ആസിഡിന് ചില എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഇത് ഗ്ലൈസിൻ എന്ന അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കാർബണാറ്റവുമായി ഒരു ഭാഗത്ത് ഒരു അമിനോ ഗ്രൂപ്പ്, ഒരു ഭാഗത്ത് ഒരു കാർബോക്സിൽ ഗ്രൂപ്പ്, ഒരു ഭാഗത്ത് ഒരു ഹൈഡ്രജൻ ആറ്റം. 4ാമത്തെ പൊസിഷനിൽ ഒരു R ഗ്രൂപ്പ് അല്ലെങ്കിൽ വേരിയബിൾ ഗ്രൂപ്പ് ആയിരിക്കും. ആ ഗ്രൂപ്പ് മാറുന്നതിനനുസരിച്ചാണ് അമിനോ ആസിഡുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് R ഗ്രൂപ്പിൻ്റെ സ്ഥാനത്ത് ഒരു ഹൈഡ്രജൻ ആറ്റം വരികയാണെങ്കിൽ ഈ അമിനോ ആസിഡിനെയാണ് നമ്മൾ ഗ്ലൈസിൻ എന്ന് വിളിക്കുന്നത്. അതേസമയം അലനിനാണെങ്കിൽ CH3 ഗ്രൂപ്പായിരിക്കും വേരിയബിൾ ഗ്രൂപ്പിൻ്റെ പൊസിഷനിൽ വരുന്നത്. സെറിൻ എന്ന അമിനോ ആസിഡ് ആണെങ്കിൽ CH2OH എന്ന് പറയുന്ന ഈ ഗ്രൂപ്പായിരിക്കും R ഗ്രൂപ്പിൻ്റെ സ്ഥാനത്ത് വരുന്നത്. അതേസമയം വാലിനാണെങ്കിൽ
ഈ ഗ്രൂപ്പായിരിക്കും. ല്യൂസിനാണെങ്കിൽ ഈ ഗ്രൂപ്പായിരിക്കും ആർ ഗ്രൂപ്പിൻ്റെ പൊസിഷനിൽ വരുന്നത്. അതേസമയം ഐസോല്യൂസിനാണെങ്കിൽ ഈ ഗ്രൂപ്പാണ് ആർ ഗ്രൂപ്പിൻ്റെ സ്ഥാനത്ത് കാണപ്പെടുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ഭാഗമാണ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ്. സൊല്യൂഷൻസിൽ അമിനോ ആസിഡ്സിൻ്റെ റിയാക്ഷൻ അനുസരിച്ച് അമിനോ ആസിഡ്സിനെ നമുക്ക് മൂന്നായി തിരിക്കാം. ന്യൂട്രൽ അമിനോ ആസിഡ്സ്, അസിഡിക് അമിനോ ആസിഡ്സ് ആൻഡ് ബേസിക് അമിനോ ആസിഡ്സ്. അപ്പോൾ ആദ്യമായി നമുക്ക് ന്യൂട്രൽ അമിനോ ആസിഡ്സ് എന്താണെന്ന് നോക്കാം. ഒരു അമിനോ ഗ്രൂപ്പും ഒരു കാർബോക്സിൽ ഗ്രൂപ്പും കാണപ്പെടുന്ന അമിനോ ആസിഡ്സിനെയാണ് നമ്മൾ ന്യൂട്രൽ അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. അതായത് മോണോ അമിനോ, മോണോ കാർബോക്സിലിക് ആസിഡ്സ് ആണ് ന്യൂട്രൽ അമിനോ ആസിഡ്സ്. ന്യൂട്രൽ അമിനോ ആസിഡ്സിന് എക്സാമ്പിളാണ് ഗ്ലൈസിൻ, അലനിൻ, വാലിൻ തുടങ്ങിയവ. ഗ്ലൈസിൻ എന്ന ഒരു ന്യൂട്രൽ അമിനോ ആസിഡിൻ്റെ ഡയഗ്രാമാണിത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു അമിനോ ഗ്രൂപ്പും ഒരു കാർബോക്സിൽ ഗ്രൂപ്പും പ്രസൻ്റ് ആയിരിക്കും. ന്യൂട്രൽ അമിനോ ആസിഡ്സിലെ കാർബൺ ആറ്റവുമായി ചേർന്ന് ഒരിക്കലും ഒരു സൈക്ലിക് ഹൈഡ്രോ കാർബൺ ചെയിൻ ഉണ്ടാവുകയില്ല. സെക്കൻഡ് വൺ, അസിഡിക് അമിനോ ആസിഡ്സ്. ഒരു അസിഡിക് അമിനോ ആസിഡിൽ ഒരു എക്സ്ട്രാ കാർബോക്സിലിക് ഗ്രൂപ്പ് പ്രസൻ്റ് ആയിരിക്കും. അതായത് നോർമലായി നമ്മൾ പറഞ്ഞു ഒരു അമിനോ ഗ്രൂപ്പും ഒരു കാർബോക്സിൽ ഗ്രൂപ്പും ഒരു അമിനോ ആസിഡിൽ പ്രസൻ്റ് ആയിരിക്കും. ഈ കാർബോക്സിൽ ഗ്രൂപ്പിനെ കൂടാതെ അഡീഷണലായി മറ്റൊരു കാർബോക്സിൽ ഗ്രൂപ്പ് കൂടെ കാണപ്പെടുകയാണെങ്കിൽ അത്തരം അമിനോ ആസിഡ്സിനെയാണ് അസിഡിക് അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. മോണോ അമിനോ ഡൈ കാർബോക്സിലിക് ആസിഡ്സ് ആണ് അസിഡിക് അമിനോ ആസിഡ്സ്. ഗ്ലൂട്ടാമിക് ആസിഡ്, അസ്പാർട്ടിക് ആസിഡ് എന്നിവ അസിഡിക് അമിനോ ആസിഡ്സിന് ഉദാഹരണങ്ങളാണ്. തേർഡ് വൺ, ബേസിക് അമിനോ ആസിഡ്സ്. രണ്ട് അമിനോ ഗ്രൂപ്പുകളും ഒരു കാർബോക്സിൽ ഗ്രൂപ്പും കാണപ്പെടുന്ന അമിനോ ആസിഡ്സിനെയാണ് ബേസിക് അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. ലൈസിൻ എന്ന അമിനോ ആസിഡിൻ്റെ ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം സാധാരണ അമിനോ ആസിഡിൽ കാണപ്പെടുന്ന ഒരു അമിനോ ഗ്രൂപ്പ് ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ അടുത്തൊരു അമിനോ ഗ്രൂപ്പ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇത്തരത്തിൽ ഡൈ അമിനോ മോണോ കാർബോക്സിലിക് ആസിഡ്സിനെയാണ് നമ്മൾ ബേസിക് അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. ലൈസിൻ, അർജിനിൻ തുടങ്ങിയവ ബേസിക് അമിനോ ആസിഡ്സിന് എക്സാമ്പിൾസ് ആണ്. അമിനോ ആസിഡ്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അമിനോ ആസിഡ്സിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ഗ്രൂപ്പിൻ്റെയും കാർബോക്സിൽ ഗ്രൂപ്പിൻ്റെയും അയണൈസബിൾ നേച്ചർ. ഈ അയണൈസബിൾ നേച്ചർ കാരണം വ്യത്യസ്ത പി എച്ച് ഉള്ള സൊല്യൂഷൻസിൽ അമിനോ ആസിഡ്സിൻ്റെ സ്ട്രക്ചറിലും ചേഞ്ചസ് സംഭവിക്കും. ഇത്തരത്തിൽ വ്യത്യസ്ത പി എച്ചിലുള്ള സൊല്യൂഷൻസിൽ അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചറിന് വരുന്ന മാറ്റമാണ് ഈ ഇക്വേഷനിൽ നൽകിയിട്ടുള്ളത്. ഒരു അസിഡിക് സൊല്യൂഷനിൽ അമിനോ ആസിഡ് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോമാണ് എ. ഒരു ആൽക്കലൈൻ മീഡിയത്തിൽ ഒരു അമിനോ ആസിഡ് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോമാണ് സി. ഒരു അസിഡിക് സൊല്യൂഷനിൽ ഒരു അമിനോ ആസിഡിലെ അമിനോ ഗ്രൂപ്പിൽ പ്രോട്ടോണേഷൻ നടന്ന് NH3 ആയി മാറുന്നു. ഇവിടുത്തെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് +1 ആയിരിക്കും. അതേസമയം ഒരു ആൽക്കലൈൻ മീഡിയത്തിൽ ഇതേ അമിനോ ആസിഡിലെ കാർബോക്സിൽ ഗ്രൂപ്പിൽ ഡീപ്രോട്ടോണേഷൻ നടന്ന് COOH ഗ്രൂപ്പ് COO- ആയി മാറുന്നു. ഇവിടെ നെറ്റ് ചാർജ് -1 ആയിരിക്കും. അതേസമയം ഒരു പെർട്ടിക്കുലർ പി എച്ചിൽ ഒരു അമിനോ ആസിഡിൻ്റെ നെറ്റ് ചാർജ് ന്യൂട്രലായി മാറും.
അങ്ങനെ നെറ്റ് ചാർജ് ന്യൂട്രലായി മാറുന്ന ഈ അയണിക് ഫോംസിനെയാണ് സ്വിറ്റർ അയണിക് ഫോം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ നെറ്റ് ചാർജ് ന്യൂട്രലായി മാറുന്ന ആ സ്പെസിഫിക് പി എച്ചിനെയാണ് ഐസോ ഇലക്ട്രിക് പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഫോമിനെയാണ് നമ്മൾ സ്വിറ്റർ അയണിക് ഫോം എന്ന് വിളിക്കുന്നത്. അതായത് പ്രോട്ടോണേഷൻ നടന്ന് NH3+ഉം ഡീപ്രോട്ടോണേഷൻ നടന്ന് COO- മാറി നെറ്റ് ചാർജ് ന്യൂട്രൽ ആകുന്ന ഈ അയണിക് ഫോമാണ് സ്വിറ്റർ അയണിക് ഫോം. ഇങ്ങനെ സ്വിറ്റർ അയണിക് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്ന മോളിക്യൂൾസാണ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സിൻ്റെ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ അമിനോ ആസിഡ്സിനെ നമുക്ക് വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിക്കാം. ഫസ്റ്റ് വൺ, ആൽക്കഹോളിക് അമിനോ ആസിഡ്സ്. ഒരു അമിനോ ആസിഡിലെ വേരിയബിൾ ഗ്രൂപ്പിൻ്റെ സ്ഥാനത്ത് ഒരു ആൽക്കഹോളിക് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പോ കാണപ്പെടുകയാണെങ്കിൽ ഇത്തരം അമിനോ ആസിഡ്സിനെയാണ് നമ്മൾ ആൽക്കഹോളിക് അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. സെറിൻ, ത്രയോണിൻ എന്നിവ ആൽക്കഹോളിക് അമിനോ ആസിഡ്സിന് എക്സാമ്പിൾസ് ആണ്. സെറിൻ എന്ന അമിനോ ആസിഡിൻ്റെ ഡയഗ്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 2, ഹെട്രോസൈക്ലിക് അമിനോ ആസിഡ്സ്. ഒരു ഹെട്രോസൈക്ലിക് അമിനോ ആസിഡിൽ ആർ ഗ്രൂപ്പിൻ്റെ സ്ഥാനത്ത് നൈട്രജൻ അടങ്ങിയ ഒരു റിംഗ് സ്ട്രക്ചർ പ്രസൻ്റ് ആയിരിക്കും. ഇത്തരത്തിൽ നൈട്രജൻ അടങ്ങിയ റിംഗ് സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്ന അമിനോ ആസിഡ്സ് ആണ് ഹെട്രോസൈക്ലിക് അമിനോ ആസിഡ്സ്. ഹിസ്റ്റിഡിൻ, പ്രോളിൻ എന്നിവ ഹെട്രോസൈക്ലിക് അമിനോ ആസിഡ്സ് ആണ്. ഹിസ്റ്റിഡിൻ്റെ ഡയഗ്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 3rd വൺ, സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്. സൾഫർ അടങ്ങിയ അമിനോ ആസിഡ്സിനെയാണ് നമ്മൾ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. സിസ്റ്റീൻ, മെത്യോണിൻ എന്നിവ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സിന് എക്സാമ്പിൾസ് ആണ്. മെത്യോണിൻ എന്ന അമിനോ ആസിഡാണ് ഇത്. നെക്സ്റ്റ് വൺ, ആരോമാറ്റിക് അമിനോ ആസിഡ്സ്. ആരോമാറ്റിക് സൈക്ലിക് റിംഗ് സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്ന അമിനോ ആസിഡ്സിനെയാണ് ആരോമാറ്റിക് അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. ഫിനൈൽ അലനിൻ, ട്രിപ്റ്റോഫാൻ എന്നിവ ആരോമാറ്റിക് അമിനോ ആസിഡുകൾക്ക് എക്സാമ്പിളാണ്. അടുത്തതായി നമുക്ക് എസെൻഷ്യൽ അമിനോ ആസിഡ്സും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. നമ്മുടെ ശരീരത്തിനകത്ത് നിർമ്മിക്കപ്പെടാത്ത അമിനോ ആസിഡ്സിനെയാണ് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. ഇത്തരം എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലൂടെ നിർബന്ധമായും ലഭിക്കേണ്ടവയാണ്. 10 അമിനോ ആസിഡുകളാണ് എസെൻഷ്യൽ അമിനോ ആസിഡുകളായി അറിയപ്പെടുന്നത്. ല്യൂസിൻ, ഐസോല്യൂസിൻ, ലൈസിൻ, മെത്യോണിൻ, ഫിനൈൽ അലനിൻ, ട്രിപ്റ്റോഫാൻ, വാലിൻ, ത്രയോണിൻ, അർജിനിൻ, ഹിസ്റ്റിഡിൻ എന്നിവയാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഇതിനകത്ത് അർജിനിൻ അതുപോലെ ഹിസ്റ്റിഡിൻ എന്നീ അമിനോ ആസിഡ്സ് സെമി എസെൻഷ്യൽ അമിനോ ആസിഡുകളാണ്. നെക്സ്റ്റ് വൺ, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. നമ്മുടെ ശരീരത്തിനകത്ത് നിർമ്മിക്കപ്പെടുന്ന അമിനോ ആസിഡ്സ് ആണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഈ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലൂടെ ലഭിക്കണം എന്ന് നിർബന്ധമില്ല. 10 അമിനോ ആസിഡുകളാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡുകളായി അറിയപ്പെടുന്നത്. അലനിൻ, അസ്പരാജിൻ, അസ്പാർട്ടിക് ആസിഡ്, സിസ്റ്റീൻ, ഗ്ലൂട്ടാമിൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, ഗ്ലൈസിൻ, പ്രോളിൻ, സെറിൻ, ടൈറോസിൻ എന്നിവയാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. വ്യത്യസ്ത തരം അമിനോ ആസിഡുകളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അടുത്തതായി നമുക്ക്
അമിനോ ആസിഡുകൾ പരസ്പരം എങ്ങനെയാണ് കണക്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നോക്കാം. ലിങ്കേജ് ഓഫ് അമിനോ ആസിഡ്സ്. 2 അമിനോ ആസിഡുകൾ പരസ്പരം കണക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അമിനോ ആസിഡിലെ അമിനോ ഗ്രൂപ്പും തൊട്ടടുത്ത അമിനോ ആസിഡിലെ കാർബോക്സിൽ ഗ്രൂപ്പും തമ്മിലാണ് പരസ്പരം കണക്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ അമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും പരസ്പരം കണക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മോളിക്യൂൾ വാട്ടർ നഷ്ടപ്പെടുന്നുണ്ട്. അമിനോ ഗ്രൂപ്പിലെ ഹൈഡ്രജനും കാർബോക്സിൽ ഗ്രൂപ്പിലെ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പും ചേർന്നാണ് ഈ വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് ഒരു അമിനോ ആസിഡാണ്, ഇത് അടുത്തൊരു അമിനോ ആസിഡാണ്. ഈ അമിനോ ആസിഡിലെ ഈ കാർബോക്സിൽ ഗ്രൂപ്പും ഈ അമിനോ ആസിഡിലെ ഈ അമിനോ ഗ്രൂപ്പും തമ്മിലാണ് ഇവിടെ ഈ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇങ്ങനെ 2 അമിനോ ആസിഡുകളെ പരസ്പരം കണക്റ്റ് ചെയ്യുന്ന ബോണ്ടിനെയാണ് പെപ്റ്റൈഡ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ 2 അമിനോ ആസിഡുകൾ ഒരു പെപ്റ്റൈഡ് ബോണ്ട് വഴി കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം മോളിക്യൂളിനെയാണ് നമ്മൾ ഡൈപെപ്റ്റൈഡ് എന്ന് വിളിക്കുന്നത്. അതുപോലെ 3 അമിനോ ആസിഡുകൾ കണക്റ്റ് ചെയ്ത് ട്രൈപെപ്റ്റൈഡും, ഇങ്ങനെ ഒരുപാട് അമിനോ ആസിഡുകൾ പരസ്പരം പെപ്റ്റൈഡ് ബോണ്ട് വഴി കണക്റ്റ് ചെയ്താണ് ഒരു പോളിപെപ്റ്റൈഡ് ഫോം ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് അമിനോ ആസിഡ്സിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോട്ടീൻസിൻ്റെയും എൻസൈംസിൻ്റെയും ബിൽഡിംഗ് ബ്ലോക്സായി പ്രവർത്തിക്കുന്ന മോളിക്യൂൾസാണ് അമിനോ ആസിഡ്സ്. പ്രോട്ടോപോർഫൈറിൻ ഗ്രൂപ്പിൻ്റെയും അതുപോലെ ഹീം ഗ്രൂപ്പിൻ്റെയും സിന്തസിസിന് ആവശ്യമായ നൈട്രജൻ അതുപോലെ കാർബൺ ആറ്റം എന്നിവ പ്രൊവൈഡ് ചെയ്യുന്ന അമിനോ ആസിഡാണ് ഗ്ലൈസിൻ. നെക്സ്റ്റ് വൺ, ഒരു പ്ലാന്റ് ഹോർമോണായ ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ IAA, അതുപോലെ വിറ്റാമിനായ നിക്കോട്ടിനമൈഡ് എന്നിവ നിർമ്മിക്കപ്പെടുന്നത് ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിൽ നിന്നാണ്. നെക്സ്റ്റ് വൺ, ടൈറോസിൻ എന്ന അമിനോ ആസിഡിൽ നിന്നും ഫോം ചെയ്യുന്ന 2 ഹോർമോണുകളാണ് തൈറോക്സിൻ, അഡ്രിനാലിൻ എന്നിവ. അതുപോലെ നമ്മുടെ സ്കിന്നിന് കളർ നൽകുന്ന പിഗ്മെൻ്റായ മെലനിൻ ഫോം ചെയ്യുന്നതും ടൈറോസിൻ എന്ന അമിനോ ആസിഡിൽ നിന്നാണ്. കോഎൻസൈം എയുടെയും പാൻറ്റോതെനിക് ആസിഡിൻ്റെയും നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ബീറ്റ അലനിൻ. ഈ ബീറ്റ അലനിൻ അസ്പാർട്ടേറ്റ് എന്ന അമിനോ ആസിഡിൻ്റെ ഒരു ഡെറിവേറ്റീവാണ്. ഹിസ്റ്റിഡിൻ എന്ന അമിനോ ആസിഡിൽ ഡീകാർബോക്സിലേഷൻ എന്ന പ്രോസസ്സ് നടന്നാണ് ഹിസ്റ്റാമിൻ ഫോം ചെയ്യുന്നത്. ഇത്രയുമാണ് അമിനോ ആസിഡ്സിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. ഒരു മൈക്രോ മോളിക്യൂളായ അമിനോ ആസിഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബയോമോളിക്യൂൾസിലെ നെക്സ്റ്റ് പാർട്ടുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.